സിനിമാ രംഗത്ത് എന്നും വ്യത്യസ്തയാണ് നടി ശ്വേത മേനോൻ. ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞ ശ്വേതയെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സിനിമകളിൽ അധികം കാണാറില്ല. നടിയുടെ ശക്തമായ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വരെ നേടിയ നടിയാണ് ശ്വേത മേനോൻ. പാലേരി മാണിക്യം, സോൾട്ട് ആൻഡ് പേപ്പർ, ഒഴിമുറി, രതിനിർവേദം തുടങ്ങിയ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ശ്വേതയ്ക്ക് ലഭിച്ചു. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം ശ്വേത അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ചുള്ള രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ. ഒരു വിദേശ ഷോയ്ക്കിടെ മോഹൻലാലും മുകേഷും തനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തിയിരുന്നെന്ന് ശ്വേത പറയുന്നു. എന്റെ റിലേഷൻ പൊട്ടി ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ US ഷോയ്ക്ക് പോകുന്നത്. ലാലേട്ടനും മുകേഷ് ഏട്ടനും നമുക്കിവളെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു. വിജയേട്ടന്റെ ഷോയിനാണ് പോകുന്നത്. കൂടാതെ പെണ്ണ് കാണൽ ചടങ്ങെല്ലാം നടന്നു. ആള് വരുന്നു, കാണുന്നു. മുകേഷ് ഏട്ടനും ലാലേട്ടനും നിൽക്കുന്നുണ്ട്. എന്താണിതെന്ന് തോന്നി. ഡിവോഴ്സിൽ ഒപ്പുവെച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ US നിൽക്കില്ല, നാട്ടിൽ അച്ഛനും അമ്മയുടെയും അടുത്തേ നിൽക്കൂ എന്നു പറഞ്ഞെന്നും ശ്വേത വ്യക്തമാക്കി. മമ്മൂക്കയെയും ലാലേട്ടനെയും താരതമ്യം ചെയ്യുക ബുദ്ധിമുട്ടാണെന്ന് ശ്വേത പറയുന്നു. മമ്മൂക്ക കാരണവരെ പോലെയാണ്, തറവാടി കാരണവർ. ലാലേട്ടൻ ജഗപൊക. ഞാൻ ലാലേട്ടനൊപ്പം സിനിമയോ ഷോയോ ചെയ്യുമ്പോൾ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ലാലേട്ടനോട് പറയും. 2 മണിക്കൂർ ലേറ്റാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി കവറപ്പ് ചെയ്യും. ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകാനുണ്ടെങ്കിൽ ഈ സീൻ എങ്ങനെയെങ്കിലും തീർത്ത് തരുമോ എന്ന് ലാലേട്ടനോട് ചോദിക്കും. ലണ്ടനിൽ ആകാശഗോപുരം ഷൂട്ട് ചെയ്യുമ്പോൾ മൂപ്പർ എനിക്കു വേണ്ടി എത്ര കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? നമുക്ക് ശ്വേതയുടെ സീൻ ചെയ്താലോ? എന്തിനാണ് ആ കുട്ടി നിൽക്കുന്നത്? പോട്ടെ എന്ന് പറയും. മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെയല്ല, കുട്ടിത്തമുണ്ട്. പക്ഷേ അത് സീസണലാണെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി.